നമസ്കാരം. വാർത്തകളിലേക്ക് സമഗ്രമായി. സിഎഎക്കെതിരെ വലിയ പ്രതിഷേധം കണ്ട ദിവസമായിരുന്നു ഇന്ന്. രാജ്ഭവനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐയും പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. സിഎഎക്കെതിരെ നിയമ പോരാട്ടത്തിന് കേരളം. പൗരത്വ നിയമത്തിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിക്കും. നിയമ നടപടികളിലേക്ക് കടക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത്. തുടർ നടപടികൾക്കായി അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ കേന്ദ്ര നീക്കത്തെ പ്രതിരോധിക്കാനാണ് സർക്കാർ തീരുമാനം. വിഷയത്തിൽ സുപ്രീം കോടതി മുഖേന അടിയന്തരമായി നിയമ നടപടി ആരംഭിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ ഇന്നു ചേർന്ന മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. ഡൽഹിയിൽ തുടരുന്ന AG വൈകാതെ തുടർ നടപടികളിലേക്ക് കടക്കും. ചട്ടം റദ്ദാക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം നിയമം നമ്മൾ ചോദ്യം ചെയ്തിരിക്കുന്നു. അത് തീരുമാനം വരുന്നതിന് മുമ്പ് ചട്ടമായി പോവുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. അത് പൂർണ്ണമായിട്ടും ചില താല്പര്യങ്ങൾ വെച്ചിട്ടാണ്. ഇത് സംബന്ധിച്ച് കേരള നിയമസഭയാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രമേയം പാസ്സാക്കിയത്. ആദ്യം വരെ നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചു. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ചട്ടം വന്ന സാഹചര്യത്തിലും നിയമപരമായ രീതികൾ അത് അവലംബിക്കാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്. ഭരണഘടനയുടെ അനുച്ഛേദം 131 പ്രകാരം പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ചട്ടങ്ങൾ കൂടി വിജ്ഞാപനം ചെയ്ത സാഹചര്യത്തിലാണ് കേരളം തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. പൗരത്വ നിയമ വിജ്ഞാപനത്തിനെതിരെ സംസ്ഥാനത്ത് ഇന്നും പ്രതിഷേധം. രാജ്ഭവന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴയിൽ ട്രെയിൻ തടഞ്ഞായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം ശക്തമാക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെയും വിഷയം ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പൗരത്വ നിയമ ഭേദഗതി പ്രചരണായുധം കൂടിയാക്കി മാറ്റുകയാണ് മുന്നണികൾ. KPCCയുടെ നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിൽ ഇന്ന് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഒരുപോലെ ആയുധമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. കേരളത്തിൽ നിയമം നടപ്പാക്കില്ലെന്ന് ആവർത്തിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രതിഷേധങ്ങൾക്കെതിരായ കേസുകൾ പിൻവലിക്കുന്നില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. അവർ പ്രാണപ്രതിഷ്ഠ നടത്തി അയോധ്യയിലെ രാമനെ രാഷ്ട്രീയ രാമനാക്കി മാറ്റി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിൽ പൂർണ്ണമായി വിജയിച്ചില്ല. അപ്പോഴാണ് അടുത്ത നടപടി. ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും രണ്ടാക്കി ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ നിയമ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ആ കേസുകൾ, നൂറുകണക്കിന് കേസുകൾ എന്തുകൊണ്ട് പിൻവലിച്ചില്ല? ഉത്തരം പറയണം. പൗരത്വ നിയമം ഉണ്ടാക്കിയ സംഘപരിവാറിന്റെ കൂടെയാണോ നിങ്ങൾ? എന്ത് ആത്മാർത്ഥമാണ് നിങ്ങൾക്കുള്ളത്? യുവജന സംഘടനകളുടെ പ്രതിഷേധവും തുടരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ലോകമാന്യ തിലകിലേക്കുള്ള നേത്രാവതി എക്സ്പ്രസ് ആലപ്പുഴ സ്റ്റേഷനിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു. ട്രെയിനിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വിഷയത്തിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് ഭരണ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, തിരുവനന്തപുരം. പൗരത്വ നിയമത്തിനെതിരെ വിമർശനം കടുപ്പിച്ചു പ്രതിപക്ഷ പാർട്ടികൾ. രാജ്യത്തുള്ളവരെ സംരക്ഷിക്കാൻ കഴിയാത്ത സർക്കാരാണ് വരുന്നവരെ പുനരധിവസിപ്പിക്കുമെന്ന് പറയുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ കുറ്റപ്പെടുത്തി. ദില്ലി സർവകലാശാലയിൽ പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. CAA നടപ്പാക്കുന്നതിൽ ആശങ്കയുയർത്തി അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും രംഗത്തെത്തി. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവും പ്രതിഷേധവും തുടരുകയാണ് പ്രതിപക്ഷം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾക്ക് ആര് ജോലിയും വീടും നൽകുമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചു. इन 3 देशों से भारी भीड़ हमारे भारत में आ जाएगी. अगर इन 2.5-3 करोड़ में से 1.5 करोड़ लोग भी भारत आ गए तो कौन देगा इनको रोजगार? बीजेपी वाले अपने घर में बसाएंगे क्या इनको? इनके अपने घर में रखेंगे क्या इनको? വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ CAA പേരിൽ കള്ളം പറയുന്ന അവസാനിപ്പിക്കണമെന്ന് BJP നേതാവ് രവിശങ്കർ പ്രസാദ് പറഞ്ഞു. CAA के नाम पर सांप्रदायिक उन्माद फैलाने वालों से मैं एक ही बात कहना चाहूंगा, कृपया करके झूठ का व्यापार करना बंद करें. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ദില്ലി സർവകലാശാലയിൽ പ്രതിഷേധിച്ച SFI പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഓൾ ആസാം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ പ്രതിഷേധം നടന്നു. CAA എതിരെ പശ്ചിമബംഗാളിലെ സിലിഗുരിയിൽ മമതാ ബാനർജി നിശ്ചയിച്ച റാലി റദ്ദാക്കി. മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചുകൊണ്ടുള്ള നിയമം അന്താരാഷ്ട്ര മനുഷ്യാവകാശങ്ങളുടെ ലംഘനമെന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞു. നിയമം നടപ്പിലാക്കാൻ പോകുന്നതിനെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദില്ലി. മറ്റു വാർത്തകളിലേക്ക് കൂടി. കേരളത്തിന് പ്രത്യേക ഒറ്റത്തവണ സാമ്പത്തിക പാക്കേജ് നൽകാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ.
ഉപാധികളോടെ 5000 കോടി രൂപ നൽകാമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. എന്നാൽ 10,000 കോടി രൂപയെങ്കിലും കിട്ടിയേ മതിയാകൂ എന്നാണ് കേരളത്തിന്റെ നിലപാട്. ഇടക്കാല ഉത്തരവിനായി ഹർജിയിൽ ഈ മാസം 21-ന് സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കും. കടമെടുപ്പിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി ഏകീകൃത മാനദണ്ഡമാണ് നടപ്പാക്കുന്നത്. അതിൽ ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഇളവ് നൽകാനാവില്ല. ഏകീകൃത മാനദണ്ഡം വിവേചനമാണെന്ന് പറഞ്ഞ് കേരളത്തിന് കോടതിയെ സമീപിക്കാനാവില്ല. ധനകാര്യ മാനേജ്മെന്റ് ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞില്ല. കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ സ്വീകരിക്കേണ്ട പ്ലാൻ ബി കേരളം ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി. ഉപാധിയോടെ 5000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കാം. പക്ഷേ അത് അടുത്ത സാമ്പത്തിക വർഷത്തിലെ ആദ്യ 9 മാസത്തിലെ കടമെടുപ്പിൽ നിന്ന് കുറവ് വരുത്തുമെന്നും കേന്ദ്ര സർക്കാർ. ഉപാധിയോടെയുള്ള 5000 കോടി രൂപയുടെ അനുമതി വേണ്ടെന്ന് കേരളം. ഏറ്റവും കുറഞ്ഞത് 10,000 കോടി രൂപയെങ്കിലും കിട്ടിയേ തീരുവെന്നും കേരളത്തിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ. കടമെടുക്കാൻ അവകാശമില്ലെന്നാണ് കേന്ദ്രം പറയുന്നത്. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ തീരുമാനമനുസരിച്ച് ഇനിയും കടമെടുക്കാൻ കേരളത്തിന് അവകാശമുണ്ട്. അവകാശമില്ലെങ്കിൽ ഹർജി തള്ളിക്കോളൂവെന്നും കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ കടുത്ത നിരാശയുണ്ടെന്നും കേരളം സുപ്രീം കോടതിയെ അറിയിച്ചു. കേന്ദ്ര സർക്കാരും കേരളവും തമ്മിലുള്ള സമവായ ചർച്ചകൾ പൂർത്തിയായോ എന്ന് സുപ്രീം കോടതി ആരാഞ്ഞു. കൂടുതൽ സമവായ ചർച്ചകൾക്ക് സാധ്യതയില്ലെന്ന് കേരളം അറിയിച്ചു. തുടർന്ന് കേരളത്തിന്റെ ഹർജിയിൽ ഇടക്കാല ഉത്തരവിനായി വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. ഈ മാസം 21-ന് രാവിലെ 10:30 ആദ്യ ഹർജിയായി കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി പരിഗണിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ. കേരളത്തിനുള്ള കേന്ദ്രത്തിന്റെ ധനസഹായം ഭിക്ഷയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ പരിഹാസം. ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്ന കണക്കുകൾ വസ്തുതാവിരുദ്ധമാണ്. കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണ്ടെന്ന തരത്തിലുള്ള കേരള സർക്കാരിന്റെ സമീപനം ജനങ്ങളോടുള്ള വഞ്ചനയാണ്. പെൻഷൻ കൊടുക്കാൻ കാശില്ലാത്ത സർക്കാരിന് മരപ്പട്ടി ഫണ്ടിന് പണമുണ്ടെന്നും മുരളീധരൻ പരിഹസിച്ചു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള സാമ്പത്തിക സഹായം, ആ സഹായം സ്വീകരിക്കില്ല എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കലാണ്, കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം സുപ്രീം കോടതിയിൽ നിന്ന് വന്ന സാഹചര്യം തന്നെ ഈ ധനകാര്യമന്ത്രിക്ക് അപമാനമാണ്. ആ സ്ഥാനത്തിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ തൊലിക്കട്ടി സമ്മതിക്കണം. കാരണം ഇത്രയൊക്കെ കേട്ടിട്ടും അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുകയാണ്. ഭിക്ഷയാചിച്ച് മേടിക്കുന്നതിന് തുല്യമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് യാചിച്ച് കിട്ടുന്ന പണം കൊണ്ട്. ആ പണം കൊണ്ട് സംസ്ഥാനത്തെ കാര്യങ്ങൾ നടത്തുന്നത്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഏറ്റവും മികച്ച സാമ്പത്തിക മാനേജ്മെന്റ് ആണെന്നാണ്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷം. വർദ്ധിച്ച വൈദ്യുതി ഉപഭോഗവും KCB നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും വിലയിരുത്താൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. നാളെ വൈകിട്ട് തിരുവനന്തപുരത്താണ് യോഗം. വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നതിനാൽ വൈദ്യുതി ഉപയോഗത്തിൽ കരുതൽ വേണമെന്ന് KCB അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപയോഗം റോക്കറ്റ് പോലെ കുതിക്കുകയാണ്. ഇന്നലെ 101.38 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത്. ഇതിൽ 79.43 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്നും വാങ്ങുകയായിരുന്നു. ഈ നടപടി KUCBയെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് എത്തിക്കുന്നത്. പീക്ക് ടൈമിലെ വൈദ്യുതി ഉപയോഗത്തിലാണ് വൻ വർധനവുണ്ടായിരിക്കുന്നത്. യൂണിറ്റിന് 8 രൂപയ്ക്ക് മുകളിൽ നൽകിയാണ് കേന്ദ്ര പവർ എക്സ്ചേഞ്ചിൽ നിന്ന് അധിക വൈദ്യുതി നിലവിൽ സംസ്ഥാനം വാങ്ങുന്നത്. ഈ ഇനത്തിൽ പ്രതിദിനം 15 കോടി മുതൽ 20 കോടി രൂപ വരെയാണ് ചിലവ്. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടിയിരുന്ന ദീർഘകാല കരാർ റദ്ദാക്കിയത് പുനഃസ്ഥാപിച്ചെങ്കിലും കമ്പനികൾ സഹകരിക്കാത്തത് പ്രതിസന്ധിയുടെ ആഴം കൂട്ടിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വൈദ്യുതി ഉപയോഗം കൂടുമെന്നാണ് KUCBയുടെ കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ ഭാരിച്ച ബാധ്യതയാകും ബോർഡിനുണ്ടാവുക. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നാളെ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. വലിയ തുക കൊടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ബാധ്യത സർചാർജ് ഇനത്തിൽ ഭാവിയിൽ ജനങ്ങളുടെ പിടലിയിലേക്ക് വരാനാണ് സാധ്യത. റിപ്പോർട്ടർ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചൂട് കനക്കുമെന്ന് മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. സംസ്ഥാനത്ത് വേനൽ കനത്തതോടെ തിരുവനന്തപുരം, വയനാട്, ഇടുക്കി, മലപ്പുറം, കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് അനുഭവപ്പെടും. ആലപ്പുഴ, കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. എന്താ സഹിക്കാൻ പറ്റില്ല. 1 മണി 2 മണി സമയത്ത് പിന്നെ കുടിവെള്ളം തീരെ കിട്ടാൻ വഴിയില്ല. എൻ്റെ വീട്ടിനവിടെ ആൾക്കാർ 1 മണിക്കൂർ നിൽക്കുമ്പോൾ തളർന്നു വീഴാനുള്ള അവസ്ഥയാണ്. നമ്മളെന്താ ചെയ്യുക? ജീവിക്കാൻ വേറെ വഴിയില്ലല്ലോ. കനത്ത ചൂടും ഈർപ്പമുള്ള അന്തരീക്ഷവും കാരണം ഈ ജില്ലകളിൽ അസ്വസ്ഥമായ കാലാവസ്ഥയാകും അനുഭവപ്പെടുക. ചൂടിനെ പ്രതിരോധിക്കാനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് പാലക്കാട് മുണ്ടൂരിലാണ്.
40.4 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു മുണ്ടൂരിൽ അനുഭവപ്പെട്ട ചൂട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിലെ ഉത്തരവനുസരിച്ച് വിവരങ്ങൾ കൈമാറിയെന്ന് സുപ്രീം കോടതിയിൽ SBIയുടെ സത്യവാങ്മൂലം. ബോണ്ട് വാങ്ങിയവരുടെയും ബോണ്ട് പണമാക്കി മാറ്റിയ രാഷ്ട്രീയ പാർട്ടികളുടെയും വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടും. ആകെ 22,030 ബോണ്ടുകളാണ് രാഷ്ട്രീയ പാർട്ടികൾ പണമാക്കി മാറ്റിയതെന്നും SBIയുടെ സത്യവാങ്മൂലത്തിലുണ്ട്. SBI ചെയർമാൻ ദിനേശ് കുമാർ ഖാര സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇങ്ങനെ: തെരഞ്ഞെടുപ്പ് ബോണ്ട് വിവരങ്ങൾ 2 പെൻഡ്രൈവുകളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് യഥാസമയം കൈമാറി. ബോണ്ട് വാങ്ങിയവരുടെയും തീയതിയും തുകയും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നതാണ് ആദ്യ പെൻഡ്രൈവ്. ബോണ്ട് പണമാക്കി മാറ്റിയ രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങളാണ് 2ാം പെൻഡ്രൈവിൽ ഉൾപ്പെടുത്തിയത്. രണ്ടും PDF ഫയലുകളാണ്. 2 ഫയലുകളും പാസ്വേഡാൽ സുരക്ഷിതമാണ്. പാസ്വേഡ് പ്രത്യേക കവറിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. 2019 ഏപ്രിൽ 1 മുതൽ 2024 ഏപ്രിൽ 15 വരെയുള്ള തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ കണക്കാണ് SBI നൽകിയത്. അതായത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ നടപ്പാക്കിയത് മുതൽ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുന്നത് വരെയുള്ളവ. SBIയിൽ നിന്ന് സംഭാവനദാതാക്കൾ 22,217 ബോണ്ടുകൾ ഇതുവരെ വാങ്ങി. ഇതിൽ 22,030 ബോണ്ടുകൾ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പണമാക്കി മാറ്റി. ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്ന ശേഷം പണമാക്കി മാറ്റാൻ കഴിയാതെ പോയത് 187 തെരഞ്ഞെടുപ്പ് ബോണ്ടുകളെന്നും SBI നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. അടുത്ത 48 മണിക്കൂറിനകം, അതായത് മറ്റന്നാൾ വൈകിട്ട് 5-നകം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലാണ് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വിവരങ്ങൾ വഴി ആര് ഏത് പാർട്ടിക്ക് സംഭാവന നൽകിയെന്നതിൽ തൽക്കാലം വ്യക്തത വരില്ല. SBI നൽകിയ വിവരങ്ങൾ പരിശോധിച്ച ശേഷം പുറത്തുവിടുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ലീഗൽ ഡെസ്ക്, റിപ്പോർട്ടർ. കേന്ദ്രത്തിന്റെ ഭാരത് റൈസിനെ വെട്ടാൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച് റൈസ് വിപണിയിലെത്തി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. റേഷൻ കടകളിൽ 10 രൂപയ്ക്ക് നൽകുന്ന അരിയാണ് ഭാരത് റൈസ് എന്ന പേരിൽ കേന്ദ്രം വിതരണം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. റെയിൽ, ഫോൺ, സ്റ്റോർ തുടങ്ങി പിണറായി സർക്കാരിന്റെ ശ്രേണിയിലേക്ക് റൈസും. കേന്ദ്ര സർക്കാർ ഏജൻസികൾ സംസ്ഥാനത്ത് ഭാരത് റൈസ് വിൽപ്പന തുടങ്ങിയപ്പോഴാണ് സംസ്ഥാന സർക്കാർ റൈസ് പ്രഖ്യാപിച്ചത്. റൈസിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിച്ചു. ധനലാഭവും രാഷ്ട്രീയ ലാഭവും നോക്കിയാണ് കേന്ദ്രം ഭാരത് റൈസ് വിതരണം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി. നേരിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരമൊരു അരി വിതരണം ഏറ്റെടുത്തതിന്റെ പിന്നിലുള്ള ഉദ്ദേശം വിൽക്കുന്ന അരിയുടെ മേലെ കൂടുതലായി എടുത്തുകൊണ്ടല്ലേ കേന്ദ്ര സർക്കാർ ഇത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായ ലാഭേച്ഛയല്ലേ കേന്ദ്ര സർക്കാരിനെ നയിച്ചിട്ടുള്ളത്. റൈസ് എന്നാൽ കിട്ടാത്ത റൈസാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പരിഹസിച്ചു. ഫോണും റൈസും റെയിലൊന്നും കിട്ടാത്ത സാധനങ്ങളുടെ പേരാണ്. റൈസ് എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റൈസ്, റെയിൽ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റെയിൽ, ഫോൺ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത ഫോൺ. അതേസമയം സപ്ലൈകോ സ്റ്റോറുകളിൽ അരി എത്തിയെങ്കിലും വിതരണം ആരംഭിച്ചിട്ടില്ല. ഓരോ റേഷൻ കാർഡിനും 1 മാസം 5 കിലോ വീതം അരി നൽകാനാണ് ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം. ജയ അരി 29 രൂപയ്ക്കും മട്ട, കുറുവ അരി ഇനങ്ങൾ 30 രൂപയ്ക്കുമാണ് വിൽക്കുക. ഏത് അരിയിനം വേണമെന്ന് ഉപഭോക്താക്കൾക്ക് തീരുമാനിക്കാം. നേരത്തെ 10 കിലോ അരി സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വഴി നൽകിയിരുന്നു. ഇതിലെ 5 കിലോയാണ് റൈസ് ആക്കി നൽകുന്നത്. ആഘോഷപൂർവ്വം വിതരണം ചെയ്യുന്ന റൈസ് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന കാര്യത്തിൽ സർക്കാരിനും ആശങ്കയുണ്ട്. റൈസിന്റെ വിതരണം മുടങ്ങിയാൽ നേട്ടത്തിനേക്കാളേറെ കോട്ടമാകും സർക്കാരിനുണ്ടാക്കുക. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഹരിയാനയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ BJPക്ക് ജയം. മുഖ്യമന്ത്രി നയാബ് സൈനി നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചു. 4 JJP MLA-മാർ വിപ്പ് ലംഘിച്ച് വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുത്തു. MLA സ്ഥാനം രാജിവെച്ച മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ കർണാലിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും. ഹരിയാന നിയമസഭയിൽ ശബ്ദ വോട്ടോടെയാണ് വിശ്വാസപ്രമേയം പാസ്സായത്. 90-അംഗ നിയമസഭയിൽ 52 MLA-മാരുടെ പിന്തുണ മുഖ്യമന്ത്രി നയാബ് സൈനിക്ക് ലഭിച്ചു. 4 JJP MLA-മാർ വിപ്പ് ലംഘിച്ച് നിയമസഭയിൽ എത്തി BJPക്ക് പിന്തുണ നൽകി. MLA-മാരുടെ നിയമസഭയിൽ എത്തരുതെന്നായിരുന്നു JJP വിപ്പ്. 6 സ്വതന്ത്രരും ഹരിയാന ലോക്ഹിത് പാർട്ടി MLA-യും BJPയെ പിന്തുണച്ചു. കോൺഗ്രസ് പ്രതിഷേധം പല ഘട്ടങ്ങളിലും നിയമസഭയെ പ്രക്ഷുബ്ധമാക്കി. മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ MLA സ്ഥാനം രാജിവെച്ചു. ഖട്ടർ കർണാലിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കും. ये तो चुनाव नहीं लड़े हैं. अब चुनाव नहीं लड़े हैं तो इनको भी किसी प्रदेश की किसी जगह की सेवा करने का मौका मिले. तो मैं इस सदन के सामने मैं एक महान सदन के सामने घोषणा करता हूं कि मैं आज करनाल विधानसभा से त्यागपत्र देता हूं.
നയാബ് സൈനിയുടെ സത്യപ്രതിജ്ഞ ചോദ്യം ചെയ്ത് അഭിഭാഷകൻ ജഗ്മോഹൻ സിംഗ് ഭാട്ടി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ സമീപിച്ചു. ലോക്സഭാ അംഗത്വം രാജിവെക്കാതെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ടർ, ദില്ലി. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം. മുതിർന്ന ബി.ജെ.പി. നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരിയോട് ബി.ജെ.പി. വിടാൻ ആവശ്യപ്പെട്ട് ഉദ്ധവ് താക്കറെ. അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ ഗഡ്കരി മഹാവികാസ് അഘാഡിയിൽ ചേരണമെന്ന് താക്കറെ പറഞ്ഞു. അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനം നൽകാമെന്നാണ് വാഗ്ദാനം. ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ നാഗ്പൂരിലെ നിലവിലെ എം.പി. ആയ ഗഡ്കരിയുടെ പേരില്ലാത്തതിനെ തുടർന്ന് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് ഉദ്ധവിന്റെ ക്ഷണം. അപമാനിക്കപ്പെട്ടുവെന്ന് തോന്നിയാൽ ഗഡ്കരി മഹാവികാസ് അഘാഡിയിലേക്ക് വരണമെന്നും തങ്ങൾ മത്സരിപ്പിക്കാമെന്നും ഉദ്ധവ് പറയുന്നു. ഗഡ്കരിയുടെ വിജയം ഉറപ്പാക്കുമെന്നും അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിയാക്കുമെന്നും ഉദ്ധവ് താക്കറെ. അതേസമയം ഗഡ്കരി തങ്ങളുടെ മുതിർന്ന നേതാവാണെന്നും മഹാരാഷ്ട്രയിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യ പേര് നിതിൻ ഗഡ്കരിയുടേതായിരിക്കുമെന്നും ബി.ജെ.പി. നേതാവായ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രതികരിച്ചു. ഉദ്ധവിന്റെ പ്രതികരണം US പ്രസിഡന്റാക്കാൻ തെരുവിൽ കഴിയുന്നവർ വാഗ്ദാനം നൽകുന്നത് പോലെയാണെന്നും ഫട്നാവിസ് പരിഹസിച്ചു. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്ക് തുടരുന്നു. കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അജയ് കപൂർ, മഹാരാഷ്ട്ര മുൻ മന്ത്രി പത്മകർ വാൽവി എന്നിവർ ബി.ജെ.പിയിൽ ചേർന്നു. ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് ധാവഡെ അജയ് കപൂറിന് ദില്ലി ബി.ജെ.പി. ആസ്ഥാനത്ത് പാർട്ടി അംഗത്വം നൽകി സ്വീകരിച്ചു. യുപിയിലെ കാൺപൂരിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവാണ് അജയ് കപൂർ. 3 തവണ MLA ആയിരുന്നു. മഹാരാഷ്ട്രയിലെ ഗോത്ര വിഭാഗത്തിലെ പ്രമുഖ നേതാവാണ് പത്മകർ വാൽവി. മഹാരാഷ്ട്ര ബി.ജെ.പി. അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ, അശോക് ചവാൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മുംബൈയിൽ വെച്ചാണ് ബി.ജെ.പി. അംഗത്വം സ്വീകരിച്ചത്. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് CPI-ലേക്ക് ക്ഷണം ലഭിച്ചിരുന്നതായി സ്ഥിരീകരിച്ചു KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്. കൂടുതൽ ചർച്ചകൾക്ക് അവസരം നൽകാതെ ക്ഷണം നിരസിച്ചതായി ദീപ്തി റിപ്പോർട്ടിനോട് പറഞ്ഞു. ദീപ്തിയുമായി LDF കൺവീനർ EP ജയരാജൻ സംസാരിച്ചെന്ന് ദല്ലാൽ നന്ദകുമാറും വ്യക്തമാക്കുന്നു. എന്നാൽ ഒന്നും അറിയില്ലെന്നായിരുന്നു മന്ത്രി P രാജീവിന്റെ പ്രതികരണം. പത്മജ വേണുഗോപാലിന് പുറമെ ദീപ്തി മേരി വർഗീസിനെയും ഇടതുപാളയത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ. നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ ശരിവെക്കുകയാണ് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്. CPI-ലേക്കുള്ള ക്ഷണം അപ്പോൾ തന്നെ നിരാകരിച്ചെന്ന് ദീപ്തി വ്യക്തമാക്കി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്ന് ചോദിച്ചു എന്നുള്ളത് സത്യമാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണെങ്കിൽ പോലും അത് എന്നെ സംബന്ധിച്ച് കോൺഗ്രസ് എന്ന് പറയുന്നത് എൻ്റെ പ്രസ്ഥാനമാണ്. അതിനപ്പുറം എനിക്കൊന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ തന്നെ ഞാനത് പറഞ്ഞിരുന്നു. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ദീപ്തിയുമായി LDF കൺവീനർ EP ജയരാജനും സംസാരിച്ചതായി നന്ദകുമാർ പറഞ്ഞു. ഇതിനൊപ്പം പല നേതാക്കളെയും CPIM ലക്ഷ്യമിട്ടെന്നും നന്ദകുമാർ വെളിപ്പെടുത്തി. ദീപ്തി മേരി വർഗീസ് ഒരു കൂടിക്കാഴ്ച നടന്ന് ക്ഷണം സ്വീകരിച്ചിട്ടില്ല പൂർണ്ണമായി. അല്ല, അദ്ദേഹം അങ്ങോട്ട് ചെന്നല്ല, അദ്ദേഹമായി കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇരുവരുടെയും വെളിപ്പെടുത്തലുകളിൽ വ്യക്തമായ മറുപടി നൽകാൻ CPIM നേതൃത്വം തയ്യാറായിട്ടില്ല. സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു മന്ത്രി P രാജീവിന്റെ മറുപടി. എനിക്കറിയില്ല, നമ്മുടെ അറിവിലുള്ളതല്ല. ഞങ്ങളങ്ങനെ അപ്പുറത്തെ സ്ഥാനാർത്ഥി നോക്കുന്ന സമയമായിരുന്നില്ലല്ലോ. അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ സ്ഥാനാർത്ഥിയൊക്കെ അവതരിപ്പിച്ചതല്ലേ. പിന്നെ ഓരോരുത്തർക്ക് ഇങ്ങനെ പറയാൻ അവസരം ഇപ്പോൾ കിട്ടുമല്ലോ. ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിലുണ്ടെന്നൊക്കെ അറിയാനൊരു സമയം. തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാക്കാൻ ലക്ഷ്യമിട്ടാണ് CPIM ദീപ്തിയെ സമീപിച്ചതെന്ന് വ്യക്തം. പത്മജയെ CPIM-ലെത്തിക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയെന്നാണ് നന്ദകുമാറിന്റെ അവകാശവാദം. ഈ കാര്യത്തിൽ EP ജയരാജന്റെ പ്രതികരണം നിർണായകമാകും. റിപ്പോർട്ടർ, കൊച്ചി. KC വേണുഗോപാൽ നൽകിയ മാനനഷ്ട കേസ് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നതായി ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. രേഖയില്ലാതെ ആരോപണം ഉന്നയിക്കാറില്ല. രാജസ്ഥാനിലെ ശിശ്രാം ഓലയുമായി ചേർന്ന് 2004-2009 കാലത്താണ് വേണുഗോപാൽ ബിനാമി ഇടപാട് നടത്തിയത്. ഓലയുടെ കേരളത്തിൽ കരിമണൽ കർത്തേട് വിവാദ കമ്പനി വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. KC വേണുഗോപാലിന്റെ മാനനഷ്ട കേസിനെ ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ചില കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉന്നയിച്ച കാര്യങ്ങളുടെ രേഖയില്ലാതെ ഒരു കാര്യവും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറയാൻ താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. 2004 മുതൽ 2009 വരെ ഈ ശിശ്രാം ഓല കേന്ദ്രമന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് ചില മീറ്റിംഗുകൾ നടക്കുകയും പുൽവാമ ഭീകരാക്രമണത്തിൽ വിവാദ പരാമർശവുമായി പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി. ആക്രമണത്തിൽ പാകിസ്ഥാന് എന്ത് പങ്കാണെന്ന് ആന്റോ ആന്റണി ചോദിച്ചു. കൃത്രിമമായി സൃഷ്ടിച്ച ആക്രമണമാണ് അന്നത്തെ കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ തന്നെ പറഞ്ഞതാണ്. 42 ജവാന്മാരുടെ ജീവൻ ബലി കൊടുത്താണ് BJP തെരഞ്ഞെടുപ്പ് ജയിച്ചതെന്നും ആന്റോ ആന്റണി
പറഞ്ഞു. എം പിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. എന്ത് പാകിസ്ഥാൻ ഇൻവോൾവ്മെന്റ്? 40% പോലും ഓക്സിജൻ കണ്ടന്റ് ഇല്ലാത്ത പ്രദേശത്ത് അവിടെ പോയി കഷ്ടപ്പെട്ട് നിൽക്കുന്ന 42 ജവാന്മാരുടെ ജീവനല്ലേ ബലി കൊടുത്തിട്ടല്ലേ ഇവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിച്ചത്? അന്ന് തന്നെ മുമ്പ് ആർമിയെ നയിച്ചിരുന്ന ആർമി ജനറൽ പറഞ്ഞിരുന്നു, ഇങ്ങനെയൊരു പ്രദേശത്ത് ഇത്രയും RDXുമായി ഗവൺമെന്റിന്റെ സംവിധാനം അറിയാതെ ഒരാൾക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല, ഇക്കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞു. ആ സംശയം ദൂരീകരിച്ചതാരാ? അന്നത്തെ കാശ്മീർ ഗവൺമെന്റ്, സത്യപാൽ മാലിക്. അദ്ദേഹം പറഞ്ഞില്ലേ, ഇത് കൃത്രിമമായി സൃഷ്ടിച്ചതാണ് ഈ സ്ഫോടനം, ഈ 42 ജവാന്മാരുടെ മരണത്തിന് ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞില്ലേ? വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പാകിസ്ഥാനെ പോലും കൂട്ടുപിടിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു എന്നുള്ളതാണ് ആന്റോ ആന്റണിയുടെ ഈ പ്രസ്താവനയുടെ മനസ്സിലാവുന്നത്. പാകിസ്ഥാൻ്റെ ഒരു ഒഫീഷ്യൽ സ്പോക്സ്മാനായിട്ട് ഈ ആന്റോ ആന്റണി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഭാരതത്തിനകത്ത് നിന്ന് ഇത്രയും പാക് അനുകൂല പ്രസ്താവന നടത്തിയിട്ടുള്ള ആന്റോ ആന്റണിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും. പത്മജ വേണുഗോപാലിനെ രൂക്ഷമായി വിമർശിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് KPCC നേതൃയോഗത്തിൽ വിമർശനം. മുതിർന്ന നേതാവ് ശൂരനാട് രാജശേഖരനാണ് വിമർശനം ഉന്നയിച്ചത്. കരുണാകരനെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ പത്മജയ്ക്കെതിരെ നടത്തിയ പരാമർശം മോശമായെന്നാണ് ശൂരനാട് രാജശേഖരൻ പറഞ്ഞത്. എന്നാൽ വിഷയത്തിൽ ഇടപെട്ട പ്രതിപക്ഷ നേതാവ് MM ഹസനും പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തതാണെന്നും കൂടുതൽ ചർച്ച വേണ്ടെന്നും വിലക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അസഭ്യ സൂചനയുള്ള മറുപടി നൽകി സുരേഷ് ഗോപി. അനാവശ്യ വിവാദങ്ങളെ എങ്ങനെ കാണുന്നു എന്ന ചോദ്യത്തോടായിരുന്നു തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഈ സുരേഷിനെ ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് കൊണ്ട് വലിച്ചഴക്കുന്നതിന്റെ പിന്നിലുള്ള അജണ്ട എന്താ? അതെനിക്ക് ഇതാണ് കോഴിക്കോട് ബേപ്പൂരിൽ ഒരാൾക്ക് 3 തെരഞ്ഞെടുപ്പ് ID കാർഡ് അനുവദിച്ചെന്ന് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ വോട്ടർ പട്ടിക പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കർശന പരിശോധന നടത്താൻ എല്ലാ ജില്ലാ കളക്ടർമാർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ നിർദ്ദേശം നൽകി. വോട്ടർ പട്ടികയിൽ ഒന്നിലേറെ തവണ ഉൾപ്പെട്ട വോട്ടർമാരുണ്ടോ എന്ന് കണ്ടെത്താൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് കർശന നിർദ്ദേശം നൽകി. ഒന്നിലേറെ വോട്ടർ ID കൈവശമുണ്ടോ എന്നും പരിശോധിക്കും. കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിലാണ് ഒരാൾക്ക് 3 വോട്ടർ ID കാർഡുകൾ നൽകി 3 വോട്ടുകൾ അനുവദിച്ചത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച കള്ളവോട്ടിന് വഴിയൊരുക്കുന്നുവെന്ന ആരോപണം ഉയർന്നതോടെയാണ് നടപടി. കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരാതിയും ജില്ലാ കളക്ടർ കൂടിയായ തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്വീകരിച്ചു. ഇത് പൂർണ്ണമായും ശുദ്ധീകരിച്ചിട്ട് വോട്ടർ പട്ടിക കോഴിക്കോട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് ഞങ്ങളിപ്പോൾ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. അത് ചെയ്യാമെന്ന് കളക്ടർ പറഞ്ഞു. നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത്തരം നടപടി അതിശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ ഈ കളക്ടറേറ്റിലേക്ക് വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഴ്ച റിപ്പോർട്ടർ TV പുറത്തുവിട്ടതിന് പിന്നാലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്. വാർത്തകൾ സമഗ്രമായി പൂർണ്ണമാകുന്നു.